നമസ്കാരം. കേരളത്തിന്റെ മണ്ണിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയ സർക്കാരിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസ് സർക്കാരുകളാണ്. മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകളാണ് കേരളത്തിൽ വികസനത്തിന്റെ വിസ്മയതീർത്തടെ വികസനത്തിന്റെ വിസ്ഫോടനം സൃഷ്ടിച്ചത്, വികസനത്തിന്റെ വെള്ളി വെളിച്ചം വിതറിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകൾ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ, മെട്രോ റെയിലും വാട്ടർ മെട്രോയും വിമാനത്താവളങ്ങൾ അടക്കം നിരവധിയായ വികസന പദ്ധതികൾ നടപ്പിലാക്കിയ സർക്കാരുകൾ UDFന്റെയും കോൺഗ്രസിന്റെയും സർക്കാരുകളാണ്. എന്നാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിൽ ഒരു ക്വിസ് മത്സരം നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ പേരിട്ട് ക്വിസ് മത്സരം. ആ വിദ്യാർത്ഥികൾക്ക് നടക്കുന്ന ക്വിസ് മത്സരത്തിൽ സാധാരണക്കാരന്റെ നികുതി പണം ഉപയോഗിച്ച് കേരള മുഖ്യമന്ത്രിയെ വാഴ്ത്തിപ്പാടാനുള്ള അവസരമാക്കി ഈ സംഘാടകർ ഇതിനെ ഉപയോഗിക്കുകയാണ്. കേരളത്തിൽ യാതൊരു വികസനവും നടത്തിയില്ല എന്ന് മാത്രമല്ല, കേരളത്തിന്റെ വികസനത്തിനെല്ലാം തുരങ്കം വെക്കാൻ ശ്രമിച്ച CPMന്റെയും ഇടതുപക്ഷത്തിന്റെയും കപടമുഖം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത പാർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ അത് CPM എന്നാണ് ഒറ്റോത്തരം. പണിയെത്തിക്കൂ കൈകളിലാദ്യം എന്നിട്ടാകാം കമ്പ്യൂട്ടർ എന്ന മുദ്രാവാക്യം മുഴക്കി കേരളത്തിൽ കമ്പ്യൂട്ടറുകൾ തല്ലി തകർത്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. എറണാകുളത്തിന്റെ നഗരഹൃദയത്തിൽ, അതായത് നെടുമ്പാശ്ശേരിയിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം കരുണാകരൻ കൊണ്ടുവരാൻ പദ്ധതിയിട്ടപ്പോൾ ആ വിമാനത്താവളത്തിന് സ്ഥലമേറ്റെടുത്ത പ്രദേശത്ത് പോയി സമരം നടത്തി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങുന്നുണ്ടെങ്കിൽ അതെന്റെ നെഞ്ചത്ത് കൂടിയായിരിക്കുമെന്ന് പറഞ്ഞ DYFIയുടെ ഒരു സംസ്ഥാന നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് S ശർമ്മ എന്നാണ്. കരുണാകരന്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ DYFIയും CPMും തോറ്റ് പണ്ടാരമടങ്ങി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിമാനമിറങ്ങിയപ്പോൾ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ കമ്മിറ്റി അംഗമായിരുന്നു, കൊച്ചിയിൽ നിന്നുള്ള MLA ആയിരുന്ന S ശർമ്മ. അതാണ് ചരിത്രത്തിന്റെ വിരോധാഭാസം. ഇത്തരത്തിൽ മെട്രോ റെയിലിനെതിരെ സമരം നടത്തി, നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാം സമരം നടത്തി. ഗോശ്രീ പാലം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ സമരം നടത്തി. കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ സമരം നടത്തി. കേരളത്തിലെ വലിയ പദ്ധതികൾക്കെതിരെ എല്ലാം സമരം നടത്തി. ഒടുവിൽ ആ സമരത്തെ അതിജീവിച്ച കോൺഗ്രസ് സർക്കാരുകൾ അവരുടെ ഇച്ഛാശക്തിയുടെ ഭാഗമായി, അവരുടെ നട്ടെല്ലിന്റെ ബലത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കൊണ്ടുവന്നപ്പോൾ ഇപ്പോൾ എട്ടുകാലി മമ്മൂഞ്ഞി ചമഞ്ഞ രംഗത്ത് വരുന്ന CPMന്റെ കപടമുഖം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ കേരളത്തിലെ നികുതി പണം ഉപയോഗിച്ച് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ PR വർക്ക് നടത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുമെന്നതിലും സംശയമില്ല. വിശദമായി പരിശോധിക്കാം. കേരളത്തിന്റെ വികസനം ആരുടെ സംഭാവന? കേരളത്തിന്റെ കപട വികസന വിരോധികൾ ഇപ്പോൾ വികസനത്തിന്റെ പേര് പറഞ്ഞ് ക്വിസ് മത്സരം നടത്തുന്ന 4 വോട്ടിന് വേണ്ടിയാണോ എന്ന നമുക്ക് സൗവർണിക PS ആണ് കൂടെയുള്ളത്. കേരളത്തിന്റെ മണ്ണിൽ ഒരു ക്വിസ് മത്സരം നടക്കുകയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി. ആ ക്വിസ് മത്സരത്തിൽ സർക്കാർ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വാഴ്ത്തിപ്പാട്ടിയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകണമെന്നാണ്. എന്നാൽ കേരളത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കിയത്, കേരളത്തിന്റെ മണ്ണിൽ വികസനത്തിന്റെ വിസ്മയം തീർത്തത് മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ കോൺഗ്രസ് സർക്കാരിനെ ഇല്ലാ കഥകൾ പാടി നിരവധി തവണ വേട്ടയാടിയത് നമ്മൾ കണ്ടതാണ്. ആ കോൺഗ്രസ് സർക്കാരുകൾക്കെതിരെ CPM നടത്തിയ കപടമായ രാഷ്ട്രീയ പ്രചരണായുധങ്ങൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് കേരളത്തിൽ വികസനങ്ങൾ കൊണ്ടുവന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത് ഇലക്ഷൻ മുൻനിർത്തിയുള്ള ഒരു സ്റ്റന്റ് അല്ലേ? മുഖ്യമന്ത്രി പിണറായി വിജയൻ എട്ടുകാലി മമ്മൂഞ്ഞി ചമയുന്നത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയില്ലേ? തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. എന്താണ്, കേരളത്തിൽ എന്തെങ്കിലും ഒരു വികസനം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം കോൺഗ്രസിലെ നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസുകാർ കൊണ്ടുവന്ന വികസനമാണ്. അല്ലാതെ ഈ പറയുന്ന പോലെ ഈ ഇടതു സർക്കാർ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇടതു സർക്കാരിന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു പദ്ധതി പറയാം. കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത് ഇടതു സർക്കാരല്ലേ? സർക്കാർ എന്തുകൊണ്ട് പറയുന്നില്ല? തങ്ങൾ അഭിമാന പുരസരം സർക്കാർ ഒരു പദ്ധതി പറയട്ടെ, ഈ പദ്ധതി ഞങ്ങളാണ് കൊണ്ടുവന്നത് കേരളത്തിൽ, അല്ലെങ്കിൽ ഇത് ഞങ്ങളുടേതാണ് എന്ന് ആ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒരു പദ്ധതിയുടെ പേര് അവർക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാര്യം സാധാരണഗതിയിൽ ഈ പ്രതിപക്ഷം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത് വെച്ച് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒരു സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ ആശയങ്ങളെയും എതിർക്കുന്നതല്ല യഥാർത്ഥ പ്രതിപക്ഷം. നല്ല ആശയങ്ങൾ, ജനങ്ങൾക്ക് നന്മയുണ്ടാകുന്ന നല്ല പദ്ധതികൾ, നല്ല ആശയങ്ങൾക്ക് സർക്കാരിനൊപ്പം നിൽക്കുകയും എന്നാൽ ജനങ്ങൾക്ക് ദോഷമാകുന്ന കാര്യങ്ങൾ വരുമ്പോൾ സർക്കാരിനെ എതിർക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന് പറയുന്നത്. പക്ഷെ നമുക്കറിയാം, കോൺഗ്രസ് സർക്കാർ അധികാരത്തിലിരുന്ന കാലത്തെല്ലാം ഏത് പദ്ധതി മുന്നോട്ട് വെച്ചാലും അതിനെ എതിർക്കുന്ന നിലപാടായിരുന്നു ഇടതുപക്ഷത്തിൻ്റെത് അല്ലെങ്കിൽ ഇടതുമുന്നണിയുടേത്. ഒരു പദ്ധതിയും സപ്പോർട്ട് ചെയ്യില്ല. കോൺഗ്രസ് സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന ഏതൊരു പദ്ധതിയെയും എതിർക്കുന്ന തരത്തിലായിരുന്നു. ഇപ്പൊ ഈ പറയുന്ന പോലെ വിഴിഞ്ഞം പദ്ധതി, നെടുമ്പാശ്ശേരി എയർപോർട്ട്, ഇത്തരത്തിൽ ഏത് പദ്ധതി കോൺഗ്രസ് കൊണ്ടുവരാൻ ഒരുങ്ങി അല്ലെങ്കിൽ കോൺഗ്രസ് നിലപാടെടുത്തു അതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നതായിരുന്നു ഇടതുമുന്നണി.
അത് കഴിഞ്ഞ് പിന്നീട് അവർ അധികാരത്തിൽ വരുമ്പോൾ ഇത് തങ്ങളുടെ പദ്ധതിയാണ്, അല്ലെങ്കിൽ ആ പദ്ധതി വിജയിക്കുമ്പോൾ അത് തങ്ങളുടെ പദ്ധതിയാണ് എന്ന് പറയുന്ന തലത്തിലേക്ക് അധപ്പതിച്ച ഒരു സർക്കാരാണ് കേരളത്തിന്റെ സർക്കാർ എന്ന് പറയുന്നത്. കാരണം നമുക്കതിൽ ഒരു തർക്കവുമില്ല. എന്താണ്, സാധാരണക്കാരന്റെ നികുതിപ്പണം കൊണ്ട് തങ്ങൾക്ക് അധികാരത്തിൽ വരാൻ വേണ്ടി വെറും PR ഗിമ്മിക്കുകൾ നടത്തുന്ന സർക്കാരാണ് കേരളത്തിന്റെ സർക്കാർ. നമുക്കറിയാം, നവകേരള സദസ് എന്ന് പറഞ്ഞ് കേരളത്തിൽ ജനസമ്പർക്ക പരിപാടി എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. അന്ന് എല്ലാവരും പറഞ്ഞിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിന് ഒരു തുടർ ഭരണം ഉണ്ടാകും, അത്രത്തോളം നല്ല രീതിയിലാണ് ആ സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞപ്പോ ഒരു സോളാർ വിഷയം ഉയർത്തിക്കാട്ടി ആ മനുഷ്യനെ വേട്ടയാടുകയും അല്ലെങ്കിൽ എന്താണ് തുടർ ഭരണം ഇല്ലാതെ ഇടതുമുന്നണി ജയിക്കുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്രയും വികസനം കൊണ്ടുവന്ന ആ ഒരു സർക്കാരിനെ എന്താണ് താഴെ വീഴ്ത്തിയത് ഇവർ എന്താണ് ഭരണവിരുദ്ധ വികാരം കൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല. ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി, സോളാർ വിഷയത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി തന്നെയാണ് ആ സർക്കാരിനെ ഇവർ തകർത്തത് അല്ലെങ്കിൽ ഇല്ലാതാക്കിയത്. അതിനുശേഷം എന്താണ്, ഇതേ ജനസമ്പർക്ക പരിപാടിയുടെ ലൈനിലാണ് എന്ന് പറഞ്ഞ അവർ കൊണ്ടുവന്ന പരിപാടിയായിരുന്നു നവകേരള സദസ്. എന്താണ്, തിരുവനന്തപുരം മുതൽ അല്ലെങ്കിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവിടെയും അവർ PR പദ്ധതിയാണ് ആവിഷ്കരിച്ചത്. അല്ലാതെ ജനങ്ങൾക്ക് വേണ്ടിയോ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയോ എന്താണ് ഈ പറയുന്ന പോലെ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ വേണ്ടി ഒന്നും ആയിരുന്നില്ല ആ പദ്ധതി. ജനങ്ങൾക്ക് യാതൊരു ഗുണവും ഉണ്ടായില്ല, വെറും PR ആയിരുന്നു. പക്ഷെ അത് പൊളിയുകയും ചെയ്തു. നമ്മൾ കണ്ടതാണ് എന്താണ് ഈ പറയുന്ന പോലെ കേരളത്തിൽ നിന്ന് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ പ്രതിഷേധവുമായി മുന്നിൽ വന്നവരെ പോലും ചെടിച്ചട്ടി കൊണ്ട് അടിക്കുകയും അതിന് രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വിളിക്കുകയും ചെയ്ത് അതുപോലും ആ PR മൊത്തം പൊളിച്ചടിക്കിയതായിരുന്നു. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സത്യം പറഞ്ഞാൽ ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. തങ്ങളുടെ കീശ നിറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും പിന്നീട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ബാങ്കുകളെ ലക്ഷ്യം വെച്ചുള്ള മുന്നോട്ട് പോക്ക് മാത്രമാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്. എന്താണ്, ഈ സർക്കാരിന് ഒരിക്കലും തങ്ങളുടെ പദ്ധതി എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഏറ്റവും നല്ല പദ്ധതികളിൽ ഒന്നും തന്നെ ഈ സർക്കാരിന്റെ പദ്ധതിയാണെന്ന് അവകാശപ്പെടാനാകില്ല. ഈ പറയുന്ന പോലെ ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുക മാത്രമാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, കാരുണ്യ ഉൾപ്പെടെയുള്ള പദ്ധതികൾ സാധാരണക്കാർക്ക് വളരെ ഗുണകരമായിരുന്നു. പക്ഷെ ഇപ്പൊ കാരുണ്യ പോലും നിർത്തിയ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത്തരത്തിൽ ഇവർ ഒരു പുതിയ പദ്ധതി കൊണ്ടുവരാനും ഇവർക്കായിട്ടില്ല. നിലവിലെ നല്ല പദ്ധതികൾ മുന്നോട്ട് നന്നായി കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പരാജയപ്പെട്ട സർക്കാരാണ് കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ വെറും PR ഗിമ്മിക്കുകൾ കാണിച്ച് വീണ്ടും അധികാരത്തിൽ വരാൻ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച് വീണ്ടും അധികാരത്തിൽ വരാനാണ് ഈ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും കേരളത്തിന്റെ മണ്ണിൽ വികസനത്തിന്റെ നിരവധിയായ പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയ സർക്കാരുകളുടെ പേര് മാറി മാറി വന്ന കോൺഗ്രസ് സർക്കാരുകളാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിൽ KSRTC ഉൾപ്പെടെ കേരളത്തിന്റെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന സർക്കാരുകൾ കോൺഗ്രസിന്റെ സർക്കാരുകളാണ്. കേരളത്തിൽ കാലിക്കറ്റ് സർവകലാശാല അടക്കമുള്ള സർവകലാശാലകൾ സ്ഥാപിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരുകളാണ്. കേരളത്തിൽ കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയം നിർമ്മിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. ഗോശ്രീ പാലം നിർമ്മിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. മെട്രോ റെയിൽ യാഥാർത്ഥ്യമാക്കിയത് കോൺഗ്രസ് സർക്കാരാണ്. അതോടൊപ്പം തന്നെ വാട്ടർ മെട്രോയ്ക്ക് തുടക്കം കുറിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് കോൺഗ്രസ് സർക്കാരാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ യാഥാർത്ഥ്യമാക്കി അതിന്റെ പണി പൂർത്തീകരിച്ചതിന് ശേഷമാണ് കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോയത്. ഇത്തരത്തിൽ നിരവധിയായ എണ്ണിയാലൊടുങ്ങാത്ത വികസന പദ്ധതികൾ, അതോടൊപ്പം തന്നെ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ കണ്ണീരൊപ്പാൻ കോക്ലിയർ ഇംപ്ലാന്റേഷൻ അടക്കമുള്ള പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ്. കേരളത്തിലെ ജനങ്ങൾക്ക് 1 രൂപ നിരക്കിൽ അരി നൽകിയ സർക്കാരിന്റെ പേര് പിന്നീട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന പദ്ധതി ഇല്ലാതാക്കി. കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മ വേതനം നടപ്പിലാക്കിയ മുഖ്യമന്ത്രിയുടെ പേര് AK ആന്റണി എന്നാണ്. കേരളത്തിൽ ചാരായ നിരോധനം, ലക്ഷക്കണക്കിനായ വീട്ടമ്മമാരുടെ കണ്ണീരൊപ്പാൻ ചാരായ നിരോധനം നടപ്പിലാക്കാൻ തന്റെ ഇടം കാണിച്ച മുഖ്യമന്ത്രിയുടെ പേര് AK ആന്റണി എന്നാണ്. അതോടൊപ്പം തന്നെ കേരളത്തിൽ ബാറുകളും ബീർ പാർലറുകളും പൂട്ടാൻ ഉത്തരവിട്ട മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. പിന്നീട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ പൂട്ടിയ ബാറുകൾ തുറക്കാൻ അവർ നേതൃത്വം നൽകി. കേരളത്തിന്റെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സർക്കാർ കോളേജുകൾ അനുവദിക്കാൻ തീരുമാനമെടുത്ത സർക്കാരിന്റെ പേര് ഉമ്മൻചാണ്ടി സർക്കാർ എന്നാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ആരംഭിച്ച സർക്കാരിന്റെ പേര് ഉമ്മൻചാണ്ടി സർക്കാർ എന്നാണ്. ഇത്തരത്തിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തി. മറുവശത്ത് ഇവർക്കും പറയാലോ, PM ശ്രീയിൽ ഒപ്പുവെച്ചത് ഞങ്ങളുടെ കാലത്താണ്, ശബരിമലയിൽ നവോത്ഥാനത്തിന് സ്ത്രീകളെ കയറ്റിയത് ഞങ്ങളുടെ സമയത്താണ്, ഈ പറയുന്ന പോലെ ശബരിമലയിലെ സ്വർണം കട്ടത് ഞങ്ങളുടെ സമയത്താണ് എന്ന് മാത്രമല്ല ഇവർക്ക് ഇപ്പൊ പറയാനാകും. തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ വികസനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ച സർക്കാരുകളുടെ പേര് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് CPM അതിന്റെ
യുവജന വിദ്യാർത്ഥി സംഘടനകളുമാണ്. അതായത് കേരളത്തിൽ ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ കടന്നു പോകുന്ന സമയത്ത് ഇത് ഗ്യാസിനുള്ളിലെ ഭൂമിക്കടിയിലെ ബോംബാണ് എന്ന് പറഞ്ഞ സമരം ചെയ്ത ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ സമരം ചെയ്ത രാഷ്ട്രീയ പാർട്ടി CPM ആണ്. ആ സമരത്തിന് അവർ മതമൗലിക സംഘടനകളെ അടക്കം കൂട്ടുപിടിച്ചിരുന്നു. അതോടൊപ്പം തന്നെ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരാൻ കേരളത്തിന്റെ വികസനത്തിന് പുതിയ ചിറകു വിടർത്താൻ കഴിയാവുന്ന പദ്ധതിയായിരുന്നു ഡോക്ടർ MK മുനീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ നടപ്പാക്കാൻ ഉദ്ദേശിച്ച എക്സ്പ്രസ് ഹൈവേ. ആ എക്സ്പ്രസ് ഹൈവേ കൊണ്ടുവരുന്നതിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സമരം നടത്തിയപ്പോൾ CPM പറഞ്ഞ ഒരു ന്യായം, ഈ സമരത്തിന് റോഡിന്റെ ഒരു വശത്തുള്ള വീട്ടിലെ പശുവിനെ കെട്ടാൻ മറുവശത്തേക്ക് എങ്ങനെ പോകുമെന്ന് വെച്ച് രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് CPM. അതേ പാർട്ടിക്കാണ് കേരളത്തിൽ കൊണ്ടുവരേണ്ടത്. തീർച്ചയായും കേരളത്തെ രണ്ടായി കീറി മുറിച്ച കമ്മീഷൻ ലഭിക്കുന്ന പദ്ധതിയായ കേരളയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേരും CPM എന്നാണ്. അതോടൊപ്പം തന്നെ എറണാകുളത്തിന്റെ IT സ്വപ്നങ്ങൾക്ക് ചിറക് വിടർത്തിയ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കിയത് കോൺഗ്രസ് ആണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്കിന്റെ പിന്നിൽ കോൺഗ്രസ് സർക്കാരിന്റെ ബുദ്ധിയാണ്. ഇത്തരത്തിൽ നിരവധിയായ പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തെ വികസനത്തിന്റെ പാന്താവിലേക്ക് കൈപിടിച്ചനയിച്ച കോൺഗ്രസിനെയും അതിന്റെ സഖ്യകക്ഷികളെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും ഇല്ലാ കഥകൾ പാടിയങ്ങ് ഇല്ലായ്മ ചെയ്യാനാണ് CPM ശ്രമിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് പണമെടുത്ത് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ തെരഞ്ഞെടുപ്പ് മുഖത്ത് PR പ്രവർത്തനം നടത്തുന്നത് ഭൂഷണമല്ല എന്ന് CPM തിരിച്ചറിയണം. ഇത്തരം നാലാംകിട നീക്കത്തെ കേരള പൊതുസമൂഹം പുച്ഛിച്ചു തള്ളും. എത്ര ക്വിസ് മത്സരം നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്, രാഷ്ട്രീയപരമായി സാക്ഷരതയുള്ളവരാണ്. ആ ജനങ്ങളെ ഇനിയും വഞ്ചിക്കാൻ CPM കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.